തെരച്ചിലിന് പോവാണ്. നമ്മൾ കാണുന്ന സംഘങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ഇത് പ്രദേശവാസി, ഞങ്ങൾ അടുത്തടുത്ത അയൽവാസികളാണ്. ഞാനും അലി. നിങ്ങൾ ഇവിടെ വന്ന് വൈകുന്നേരം ഇരിക്കുകയും വർത്തമാനമൊക്കെ പറയുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു. അത് പറയാൻ പറ്റില്ല സാർ, ആദ്യാതി കോലത്തിൽ മനസ്സിലാവും. എന്റെ പേരെന്തായിരുന്നു? രവി. രവി എന്താ ചെയ്യുന്നത്? രവി എന്തായിരുന്നു? ഒരു കരകൗശല നിർമ്മാണം, ഹാൻഡിക്രാഫ്റ്റ് വർക്കാണ്. ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ബേസ് ചെയ്തിട്ട് അത് കൊണ്ടുകൊടുത്ത് ജീവിക്കുന്നു. ഈ മുപ്പാന്തി നിങ്ങൾ ഈ അവസാനം ഈ ടൗണിലോട്ട് വന്ന എന്നാ? ഉരുൾപൊട്ടി അന്ന് രാത്രി പുലർച്ചയ്ക്ക് 2 മണിക്ക്. അല്ല, അതിന് മുമ്പ് ഈ ഉരുൾപൊട്ടുന്നതിന് പകല് വൈകുന്നേരം ഉണ്ടായിരുന്നു ഇവിടെ. 7 മണിക്ക് ഇവിടെ ഉണ്ട്. 7 മണിക്ക് ഇവിടെ നിന്ന് മുണ്ടക്കായി ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് 2 സുഹൃത്തുക്കളെ കൊണ്ടുവരാനുണ്ടായിരുന്നു. അവരെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. അവരെ കൊണ്ടുവന്ന് ഇവിടുന്ന് ചായ കുടിച്ച് ശേഷം സുഹൃത്തുക്കളെയൊക്കെ കണ്ട് സംസാരിച്ച് പിരിഞ്ഞു പോയതാണ്. അങ്ങനെ പോയവർ പിന്നെ പോയവരുണ്ട്. ഇവിടെ ഇപ്പോൾ മരിച്ചു എന്ന് പറയുന്ന ആളുകളില്ലേ, അവരെ ഓരോരുത്തരെയും ഫോട്ടോ കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് പേര് പറയാൻ സാധിക്കും. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിച്ച ഒരു ടൗൺ ആണല്ലേ ഇത്? ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാം നമ്മൾ. എവിടെയൊക്കെ ഇരിക്കുക? ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അവിടെ കയറിയിരിക്കും. പിന്നെ ഒരു ബഷീർ ഖാന്റെ ചായക്കട ഉണ്ട്. ബഷീർക്കൊക്കെ ഉണ്ട് ചായക്കട അപ്പുറത്ത്. പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ ഗൾഫിലുള്ള സുഹൃത്തുക്കളുണ്ട്. അവൻ്റെ ഇപ്പോൾ ഒരു അഷ്റഫ് ഉണ്ട്. അഷ്റഫിന്റെ വൈഫും കുട്ടികളും മാത്രമേ, അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ വീട്ടിലെത്തിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അഷ്റഫാണ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടാണ് നമ്മളോട് പറയണത് രവിയുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്, എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. അങ്ങനെയാണ് 2 മണിക്ക് സ്കൂട്ടി എടുത്തിട്ട് വരുന്നത്. വരുമ്പോഴത്തേക്ക് അവർ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് കുറേ പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. പക്ഷെ ആ 2ാമത്തെ ഉരുൾപൊട്ടലാണ് ഇത്ര ആളുകൾ പോയിട്ടുള്ളത്. നിങ്ങളിപ്പോ ഈ 2ാമത്തെ ഉരുൾപൊട്ടുന്ന സമയത്ത് ഇവിടെ ഉണ്ട്. അപ്പൊ എങ്ങനെയാ വെള്ളം വരുന്നത്? മോളിൽ നിന്ന് താഴോട്ട് ഒലിച്ചു പോരുക? ശബ്ദമാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ശരിക്കും ഇത് ബ്ലോക്കായി. ഈ സ്കൂളിന്റെ മുമ്പ് വന്നിട്ട് ബ്ലോക്കായ ശേഷം താഴത്തെ പാലം പൊട്ടിയ ക്ഷേത്രവും കൂടെ പോയിട്ട് നേരെ വെള്ളം താഴോട്ട്. ഈ അമ്പലത്തിന്റെ അവിടെ ഒക്കെ ഇരിക്കാൻ നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു തോന്നുന്നു അല്ലേ? ഈ ഭാഗം മുഴുവൻ ഞാൻ എല്ലാ ദിവസവും രാവിലെ പോണ ഒരാൾ. ഏകദേശം ദിവസങ്ങളിലൊക്കെ, അതായത് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും അവിടെ പോകും. ഈ ഉരുൾപൊട്ടുന്നതിന്റെ 2 ദിവസം മുമ്പ് സ്വാമി എന്നെ പറഞ്ഞിരുന്നു വെള്ളലാശം കൂടുതൽ വരുന്നുണ്ട്, ആളുകളൊന്ന് ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ കാണുന്ന പോലെ അല്ല, അങ്ങനെ പറഞ്ഞിരുന്നു. ഇത് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഇവിടുത്തെ പല റീലും കുറേ ആൾക്കാർ എനിക്ക് അയച്ചു തന്നു. അവർക്കെല്ലാം വലിയ ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു. അതായത് ചൂരമല ടൗണിൽ വൈകുന്നേരം ഈ സിറ്റിയിൽ വൈകുന്നേരം നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് നമ്മളാളുകളെ നമ്മൾ തിരഞ്ഞു പിടിച്ച് വേണം സംസാരിക്കാൻ. ബാക്കിയൊക്കെ പുതിയ ആളുകളായിരിക്കും. ടൂറിസ്റ്റ് അത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഒരു ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും. അതിലൊക്കെ പുറത്തുള്ള ആളുകളായിരിക്കും. പക്ഷെ ഞങ്ങളെ ആളുകളെ ഞങ്ങൾ കൂടെ ഇരിക്കുന്നു, നമ്മളെ കൂട്ടുകാരെയൊക്കെ കൂടെ വരുന്നു, കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ കുറേ. ചേട്ടൻ്റെ പേര് ഒന്നുകൂടി ഒന്ന് ചോദിച്ചോട്ടെ? രവി. അപ്പൊ രവി ചേട്ടൻ്റെ ഇപ്പൊ ഫ്രണ്ട്സിൽ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? എത്ര പേര്? ബാലി, വിജയൻ, ഇവരൊക്കെ നമ്മൾ ഇന്റിമേറ്റ് ഫ്രണ്ടിൽ പെടുന്ന ആളുകളാണ്. അവരൊക്കെ ഇവിടെ എന്താ ചെയ്തിരുന്നത്? എസ്റ്റേറ്റ് തൊഴിലാളികളായിരുന്നു. അവർക്ക് ഈ വൈകുന്നേരം നിങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്താനം പറയും എല്ലാ ദിവസവും. ഈ ചൂരൽമലയിൽ കണ്ടുമുട്ടുന്നേ ഏതൊരാളോട് പറഞ്ഞു. നമസ്കാരം. എവിടുന്നാ നിങ്ങൾ? നമ്മള് കാരുണ്യ റെസ്ക്യൂ ടീമിന്റെ ആൾക്കാരാണ്. നിങ്ങൾ എവിടെയാ? സ്ഥലം എവിടെയാ? ചൂരൽമല തന്നെ. നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇതിനകത്ത് പോയിട്ടുണ്ട് അല്ലേ? നമ്മളെ ഈ റെസ്ക്യൂ ടീമിലുള്ള ആളെ നസീർ എന്ന് പറഞ്ഞ ആള് പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെയായിരുന്നു വീട്? സ്കൂളിന്റെ കുറച്ച് അപ്പുറം ആണല്ലേ? പിന്നെ ഇവരൊക്കെ നമ്മളതിൽ പെട്ടവർ തന്നെയാണ്. ഇങ്ങനെ പരസ്പരം അറിയാവുന്ന ആളുകളാണ് എല്ലാവരും. അതായത് ബാവുക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ജാഫർ എന്ത് ചെയ്യുന്നു. ഈ ബാലിയൊക്കെ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളിയാണ്. അതുപോലെ കല്യാണത്തിന് ഇവർക്കിടയിലുള്ള വ്യക്തിബന്ധം ഭയങ്കരമാണ്. എനിക്കൊന്ന് രവിയേട്ടനൊക്കെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആരും ആലോചിക്കുന്നില്ലല്ലോ. കാര്യം പുത്തുമലയാണെങ്കിൽ എന്തെന്നൊരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക്. ഇനി എന്ത് മുമ്പോട്ട് എന്താണ് ഇനി? കാരണം 53ാമത്തെ വയസ്സാണ് എനിക്ക്. ഈ 53 വയസ്സിൽ 5 ഉരുൾപൊട്ടൽ നേരിട്ടിട്ടുണ്ട്. പുത്തുമലയടക്കം ചെറുതും വലുതുമായിട്ട്. അതായത് 84-ലാണ് മുണ്ടക്കായ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അന്ന് അത് ആ ഫോറസ്റ്റ് വഴിയാണ് കടന്നുപോയത്. നേരെ ജനവാസ മേഖലയിൽ കൂടെ വന്നില്ല. അതല്ലെങ്കിൽ അന്ന് തീരുമായിരുന്നു ഇതേപോലെ സംഭവം. ഇതിനെ കഴിഞ്ഞ് മോശമായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ പോകുമായിരുന്നു, ഫോറസ്റ്റിൽ കാണാൻ പോകുമായിരുന്നു, ഇത്രയും മരങ്ങളും കല്ലും വന്നടിഞ്ഞത്. പക്ഷെ ഇപ്പോൾ അത് നേരെ ഇതിൽ വന്ന അന്നത്തെ മുതിർന്ന ആളുകൾ പറയുമായിരുന്നു, ഇതെങ്ങാനും വഴിതിരിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ചൂരമലയൊന്നും ഇല്ലായിരുന്നു, നഷ്ടപ്പെടുമായിരുന്നു എന്ന് പറയണത് ഒരു ഓർമ്മ ശരിക്കും നമുക്കുണ്ട്.